ഹായ് എല്ലാവർക്കും ലില്ലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് ആണ്. വൈറ്റനിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ മദാമ്മമാരുടെ കളറിലുള്ള വൈറ്റ് അല്ല, നമ്മുടെ സ്കിന്നിൻ്റെ കളറിനെക്കാട്ടും ഒരു ഷെയ്ഡ് കൂടുതൽ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഫേസ് പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയ കാരണം കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. ഈ ഫേസ് പാക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ചോ അല്ലെങ്കിൽ 3 പ്രാവശ്യം വെച്ചോ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അധികം മുന്നായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 100 ml വാട്ടറാണ് എടുത്തിരിക്കുന്നത്. 100 ml നമുക്ക് തിളപ്പിച്ച് 50 ml ആക്കിയെടുക്കണം, നന്നായി കുറുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനകത്തേക്ക് ഞാൻ ആദ്യം ആഡ് ചെയ്തേക്കുന്നത് 1 ടീസ്പൂണ് കോഫി പൗഡറാണ്. കോഫി പൗഡർ നമ്മുടെ സ്കിന്നിനെ നല്ല ഗ്ലോ ആക്കി വെക്കാനും ഹെൽത്തി ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കൊളാജിൻ പ്രൊഡക്ഷനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കോഫി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒത്തിരി ആൻറ്റി ഓക്സിഡൻസും പിന്നെ കഫേക്ക് ആസിഡും ഒക്കെ ഇതിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഇടുന്നത് 2 ടീസ്പൂൺ നമ്മുടെ ടീ പൗഡറാണ്. ടീ പൗഡർ നല്ല സ്കിൻ ബ്ലീച്ചിങ് എഫക്റ്റ് തരുന്നതാണ്. പിന്നെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഓക്സിഡൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഡാർക്ക് കളറൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് നന്നായി ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ നന്നായി തിളപ്പിച്ചിട്ട് ഞാൻ നന്നായി ഇതുപോലെ കുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൊറ്റനൊക്കെ ഉണ്ടാവും. കൊറ്റനൊക്കെ നമുക്ക് ഒന്നല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം, അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു തുണി വെച്ച് പിഴിഞ്ഞെടുക്കാം. അതിൻ്റെ ആ ഫുൾ എസൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ ഒരു 10 മിനിറ്റെങ്കിലും ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് ഇതിൽ കാണാവുന്നതാണ്. നമുക്ക് കുറച്ച് മാത്രമാണ് കിട്ടുന്നത്. ഞാൻ 100 ml വെള്ളം എടുത്തിട്ട് ഇതുപോലെ എടുത്തിട്ട് കണ്ടോ, കുറച്ചാണ് കിട്ടിയിട്ടില്ല. നമുക്ക് ഇങ്ങനെയാണ് ആവശ്യമുള്ളത്. അതിൻ്റെ കറക്റ്റ് എസൻസ് മുഴുവൻ തിളപ്പിച്ചെടുത്തിട്ട് നമുക്ക് വേണം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഇനി ആഡ് ചെയ്യുന്നത് നമ്മുടെ ഗോതമ്പാണ്. ഗോതമ്പ് നമ്മുടെ സ്കിന്നിനെ വൈറ്റൻ ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും ഞാൻ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂണാണ് ഞാൻ ഇത്രയും അളവിലേക്ക് എടുത്തിരിക്കുന്നത്. നമുക്ക് ആ കട്ടയില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തത്. നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ആ ചുളിവുകളൊക്കെ ഇല്ലേ, അതായത് നമ്മൾ ഏജ് ആകുമ്പോൾ വരുന്ന ചുളിവുകൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് വരുന്നത്, അതായത് മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് സ്കിൻ പെട്ടെന്ന് ചുളി വരില്ല, അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ ഗോതമ്പ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഓയിലി സ്കിന്നുള്ളവർക്ക് ഈ ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഈ ഗോതമ്പ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് ഇതുപോലെ ഒരു 5-6 ഡ്രോപ്പ് മാത്രം നാരങ്ങ നീരാണ്. അപ്പോൾ ഇത് കുറേ ഉള്ള കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ആവശ്യമുള്ള അത്രയ്ക്ക് മാത്രം വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്. ബാക്കി നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് സൂക്ഷിക്കാം, കാരണം തിളപ്പിച്ചാലേ. ഇപ്പോൾ കാണാം, ഞാൻ ആകെ ഒരു 5-6 തുള്ളി മാത്രം ഇടുന്നുള്ളൂ, അധികമൊന്നും ഇടാൻ പാടില്ല, കാരണം നമ്മുടെ കൺസിസ്റ്റൻസി തെറ്റിപ്പോവും. മാത്രമല്ല, കുറച്ചേ നമുക്ക് ആവശ്യമുള്ളൂ നാരങ്ങ നീര്. ഒത്തിരി യൂസ് ചെയ്യുന്നത് നല്ലതല്ല, എപ്പോഴും ഡൈല്യൂട്ട് ചെയ്ത് മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇത് ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനെൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഇത് ഡ്രൈ ആവാനായിട്ട് ഒരു 20-25 മിനിറ്റിനുള്ളിൽ എന്തായാലും ഡ്രൈ ആവും. ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നന്നായിട്ട് വലിയണ പോലെ ഒരു ഫീലിംഗ് വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഗോസ്റ്റ് ഒന്നും കാണിക്കാൻ പാടില്ല, കാരണം അപ്പോൾ ഫൈൻ ലൈൻസ് വരാനുള്ള ചാൻസ് ഇരട്ടിക്കും. അപ്പോൾ നമ്മൾ പാക്ക് ഇടുന്നതിൻ്റെ റിവേഴ്സ് ആയിരിക്കും നമ്മുടെ റിസൾട്ട് കിട്ടുന്നത്. അത് കാരണം അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നന്നായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ജസ്റ്റ് സ്ക്രബ് ചെയ്ത് കഴുകിക്കളയാം കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയിട്ട് കണ്ടോ, എൻ്റെ കൈ വയസ്സായ കൈ മാതിരി ആയിട്ട് ചുളിഞ്ഞിരിക്കുന്ന കണ്ടില്ലേ. ഇപ്പം ഞാൻ പുറത്ത് വെച്ചിട്ടാണ് ഇത് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്, കണ്ടില്ലേ. എൻ്റെ ആ ഉണങ്ങിയത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഇപ്പം ഞാൻ നന്നായിട്ട് കൈയൊക്കെ നന്നായി വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ ക്യാമറയിൽ എത്രമാത്രം ക്ലിയർ ആയിട്ട് കാണുമെന്ന് എനിക്കറിയില്ല, എങ്കിലും നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ കാണാൻ പറ്റും. 3 ദിവസം യൂസ് ചെയ്താൽ തന്നെ നല്ല കിടിലൻ റിസൾട്ടാണ്. അപ്പോൾ ഈ ഫേസ് പാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.